ഹാഷ്മിക്ക് ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ പോയി കണ്ടിട്ട് രാഹുലെ താങ്കൾ ഡോക്ടറെ പോയി കാണണ്ടേ? ഹണി റോസിന്റെ വസ്ത്രം കാണുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരിഭ്രാന്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ താങ്കൾ ആ ഡോക്ടറെ പോയി കാണണ്ടേ? എന്റെ മനോനിലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ പൊന്നു രാഹുൽ ഈശ്വർ, താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? എന്റെ പൊന്നു രാഹുലെ, താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ആ കടലിലേക്ക് എടുത്താണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി നൽകിയതിനനുസരിച്ച് ഇപ്പോൾ കേസിലേക്ക് പോവുകയാണ്. രാഹുൽ ഈശ്വർ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഒരു കേസായല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ചതാണ് കേസ്. രാഹുൽ, ഹണി ഒരു നിയമ നടപടിയിലേക്ക് പോവുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ നിരന്തരമായി അധിക്ഷേപിച്ചു. രാഹുൽ ഈശ്വറിന് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. പ്രതികരണം എന്താണ്? ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് പറയുകയോ ആഭാസം പറയുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ. എന്തോ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭിപ്രായം. രാഹുൽ ഈശ്വർ കേൾക്കാമോ? നന്നായി കേൾക്കാം അല്ലെ? ശ്രീ രാഹുൽ ഈശ്വർ, ഈ ഹുങ്കിന് അതിന്റെ കൊമ്പൊടിഞ്ഞു എന്ന ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടാകുമോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തന്നെ മാധു ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും വലിയ പ്രമോദ്ജിയുടെ ഒരു ലെക്ചർ കേട്ടതിന് മാധുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. അത്രയും ക്ഷമ മാധുവിനുള്ളത് വളരെ മാതൃകയാണ്. പലപ്പോഴും ഞാൻ അടക്കമുള്ള പുരുഷ മെയിൽ ഷോവനിസ്റ്റുകൾ പറയുമ്പോൾ ഇതിന്റെ 10-1 സമയം പോലും തരാറില്ല. അതിന്റെ കാരണം അങ്ങ് തന്നെ പറഞ്ഞു. മെയിൽ ഷോവനിസ്റ്റുകൾ പറയുന്നത് അത്രയും നേരം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നതല്ല. അങ്ങൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. നീ ഒന്നും പണയണ്ട. ഒരു വാക്കോ ഒരു വരിയോ ഒരു അധിക്ഷേപമോ ഹണി റോസിനെതിരെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മറുവാദം പോലും പറയില്ല. ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. 2, ഹണി റോസ് വിമർശനത്തിന് അതീതിയൊന്നും അല്ലല്ലോ. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ? അല്ല, അത് ഹണി റോസിനെ ഏതെങ്കിലും രീതിയിൽ ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെയോ മറ്റും മോശം പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എനിക്കെതിരെ നിങ്ങൾ ഇതുപോലും, അതായത് കേസ് കോടതി പോലും പോകണ്ട. കോമ്പൻസേഷൻ ഒക്കെ കൊടുത്ത് തീർക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുക കൂടെ ചെയ്യാം. കാര്യമുള്ള ഞാൻ വിളിപ്പിക്കാം പുറത്ത്. എനിക്കെതിരെ നേരിട്ട് തന്നെ ജയിലിലിടണം, വിചാരണ പോലും കൂടാതെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. എന്ന് രാഹുൽ ഈശ്വറിന് അഭിഭാഷകനായ രാഹുൽ ഈശ്വറിന് അറിയാമെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. താങ്ക്സ് മോനെ ദിനേശ്, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.